സന്തോഷായി. ചാട്ടായി കയറണേ. ഞങ്ങളെ വണ്ടിയിൽ പോവുകയാണ്. അയ്യോ അതൊക്കെ പൊളിഞ്ഞോ. പൊന്തിക്കാൻ മുട്ടിയേ നല്ല സുഖ കാലൊന്ന് അടിപൊളി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ. ഗായ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊന്നും ഗായ്സ് എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കൂല, എന്നെക്കൊണ്ട് നടക്കൂല എന്ന് വിചാരിച്ച സംഭവം ഞാനിന്ന് സ്വന്തമാക്കിക്കാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ്. ഈ ഒരു സംഭവം കണ്ടില്ല നിങ്ങൾ? ഇത് ഞാൻ, എൻ്റെ അനിയന്, എൻ്റെ ഫാമിലി, ഞങ്ങളെല്ലാവരും പാടെ ചേർന്ന് എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എനിക്ക് പറയാനില്ല, എനിക്കെന്നെ അത്ഭുതം. അതായത് ഞാൻ ഈ ഒരു വണ്ടി എടുത്തോ എനിക്കെന്നെ ഗൈസ് അത്ഭുതമാവണേ. പിന്നെ ഇന്ന് ഗൈസ് എനിക്ക് ആകെയുള്ളൊരു ഇടങ്ങേറ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനില്ല ഈ ഒരു സന്തോഷ നിമിഷത്തിൽ. കാരണം എനിക്ക് വർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉമ്മാക്കറിയില്ല, എൻ്റെ ഉമ്മമാക്കറിയില്ല, എൻ്റെ കുടുംബത്തിലത്തെ ആർക്കും അറിയില്ല, എൻ്റെ ഫ്രണ്ട്സിനും അറിയാം, പിന്നെ എനിക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരു വണ്ടി എടുത്ത കാര്യം. പിന്നെ ഗൈസ്, ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇന്നലെ രാത്രി ഏകദേശം 2 മണി ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ രാവിലെ എടുക്കാം. പിന്നെ ഇതുമല്ല, ഇന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്കൊരു സർപ്രൈസും പിന്നെ അതേപോലെ തന്നെ കേക്ക് വാങ്ങിക്കണം. എൻ്റെ കമ്പനിക്കാർ കേക്ക് കൊണ്ടുവന്നിരിക്കണേ. കേക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആയിട്ട് കൊടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് കേക്ക് കാണിച്ചു തരാം. സെക്കൻഡ് എടുത്ത വണ്ടി കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട്, നമുക്ക് ശരിയാക്കണം. കേക്ക് അതിൻ്റെ ചെക്കന്മാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഓലിപ്പോൾ പൊയ്ക്കാണ്. പിന്നെ അങ്ങനെ പൊട്ടിക്കാനുള്ള സാധനം ഉണ്ട്. അപ്പോൾ ഗൈസ്, പ്ലാനിങ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഒമിനിയാണ് വണ്ടി. അതായത് 1996 ഗൈസ് മോഡൽ വരുന്നത്. ഞാൻ ഈ ഒരു വണ്ടി തപ്പി, അതായത് ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോണതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ ഞങ്ങൾക്ക് ഛർദ്ദിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ AC ഇല്ലാത്തൊരു പണ്ടത്തെ മോഡലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, നമുക്ക് പറ്റിയൊരു വണ്ടിയാണെന്ന്. അതായത് ഞങ്ങളെ ചെറിയൊരു ഫാമിലി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ഞങ്ങളെ സന്തോഷങ്ങൾ എത്ര കാലം വിചാരിച്ച ഗൈസ്. 2 ബൈക്ക് സ്കൂട്ടി മേലൊക്കെയല്ലേ ഞങ്ങൾ പോണത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വണ്ടി വരും നിൽക്കുകയാണ്. ഇനി തൊട്ട് ഞങ്ങൾ എല്ലാ വ്ളോഗിലും ഈ ഒരു വണ്ടി ഉണ്ടാവും. വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റുകളുണ്ട്, സ്റ്റാർട്ടിങ് കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. അതെനിക്ക് ഞാൻ നാളെ തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നാളെ തന്നെ പണി തുടങ്ങും. പിന്നെ ഗൈസ്, ഈ നമ്മളിപ്പോൾ ഏകദേശം 1.5 വർഷമായി ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നൊക്കെ നമുക്ക് 4,56,000 ഫോളോവേഴ്സ് ഉണ്ട്. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്കധികം ഫോളോവേഴ്സ് അധികം കിട്ടിയത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഗൈസ് ഇങ്ങനെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പറ്റിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പെരപ്പണി നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും പാടെ നല്ലൊരു വണ്ടി, അതായത് ഇതിന് കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും നല്ലൊരു കാറൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റട്ടെ ഗൈസ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായാൽ മതിയേനി. ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെ കാത്തിക്കാണ്. കാരണം ഓല് വന്നിട്ട് ഓലെ സ്കൂട്ടിമേ എനിക്ക് ഉമ്മാനെയും കൊണ്ടുവരാണ്ട്. ഓലോട് 2 ആളോടും പറഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലൊക്കെ ഗൈസ് ഇങ്ങോട്ടാണ്ട് എത്തിച്ച് കിട്ടണം. ബാക്കിയൊക്കെ നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം ഗൈസ്. അനിയല്ലാത്തത് വലിയ ഇടങ്ങേറായിപ്പോയി. കാരണം ഓനുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആക്കാൻ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മളെ വണ്ടി നോക്കിയിട്ടൊന്ന് പറയും എന്താണ് അഭിപ്രായം എന്ന്. ഇതിൻ്റെ ചെറുക്കന്മാർ വരുന്നുണ്ട്. മറ്റവനോടെ മറ്റേ 2 ആളും പാടെ വരുന്നുണ്ട്. മുന്നേ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹർഷും ഉണ്ട്. എടാ, എങ്ങനെ വിചാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ ഉമ്മാനെയും കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിൽക്കുക. അവിടെ പോയി നിന്നിട്ട് കേക്ക് എടുത്തിട്ട് അവിടെ പോയി നിൽക്കുക. ഞാൻ ഓല 2 ആളെ കൊണ്ടുവരും. കുടിച്ചിട്ടില്ല. ഞാൻ ഓല 2 ആളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കാം. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സസ്പെൻസ് ഉണ്ട് പറഞ്ഞ് കൊണ്ടുവരാം. അപ്പം തന്നെ മീൻ വിചാരിച്ചും കേൾക്കാവുന്നേ. അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ നടത്തിച്ചും. അവിടെ നടത്തിച്ച് നിങ്ങൾ 2 ആളും ബാക്ക് കൂടെ വന്നിട്ട് പൊട്ടിക്കണം, പറയണം. കേക്ക് ഞാൻ കിട്ടിച്ചിട്ട് നിങ്ങൾ 2 ആളും പറയണം ഹാപ്പി ന്യൂ ഇയർ അല്ലല്ലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എന്നിട്ടാണ് പൊട്ടിക്കുക. ഇതിൽ ഒന്നല്ല ഇപ്പൊ പൊട്ടിച്ചത്. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ നിങ്ങളെ മറിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ബാക്കിൽ നിന്നിട്ടുണ്ട്. ഒച്ചമ്പിളി ഉണ്ടാക്കി വരണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ വന്ന് പൊട്ടിച്ച. ഞാൻ എന്നാ പോയിട്ട് വേഗം മനി കൊണ്ടുവരട്ടെ. ഇനി പായിച്ചാൽ അവിടെ എന്താണോ പണി. ഇത് സോഡയാണോ? ഞാൻ പച്ചള ചിക്കാണ്. ആണോ?
ഞാൻ പോയിട്ട് ആദ്യം ഇമ്മാനും കൊണ്ടുപോട്ടെ കഴിച്ച് ഞാൻ ഇപ്പോൾ പെരൻ്റെ അങ്ങോട്ട് എത്തിക്കണം കേട്ടോ. ഞാൻ ഈ ഇമ്മാനും അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടുന്ന് വേറെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ബർത്ത്ഡേൻ്റെ പരിപാടിയാണ് ഫസ്റ്റ് നമ്മൾ പൊട്ടിക്കണത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടീൻ്റെ പരിപാടി നോക്കുന്നത്. എന്താവും ഒന്നും എനിക്കറിയില്ല. എല്ലാം വരുന്നോടത്ത് വെച്ച് കാണാം ഗൈസ്. മമ്മ പെരി ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഗായ്സ് ഞങ്ങളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം. ഇന്നമ്മ നമുക്ക് മീൻ പിടിച്ചാൻ പോയാലോ? ഈ നേരം പോയിട്ട് എന്താ പോയി നോക്കാം. അവിടെ പുഴയിൽ ആൾക്കാരൊക്കെ ഇത് കോരിനുണ്ട്. ഞാൻ ഇപ്പോൾ പോയിൻ്റെ കൂടെ വന്നത്. എന്നമ്മ പൊതുവെ പോയി നോക്കാം. അതോ അങ്ങനെ മീൻ ഉണ്ടെങ്കിലോ നോക്ക്, മുടക്ക് പറയാതെ നോക്കും. നമുക്ക് കഴിച്ച് ഇമ്മമാന്റെ ഈ ഊർജ്ജമാണ് കിട്ടേണ്ടത്. എന്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഊർജ്ജമാണ് നമുക്ക് കിട്ടേണ്ടതല്ലേ അമ്മ? ഇഷ്ടായിട്ടൊന്നുമില്ല, മയക്കാറൊന്നുമില്ല. ഈ ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല തെളിച്ചുണ്ട്. ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ്. നമുക്ക് കിട്ടുമല്ലോ അറിയില്ല, എന്നാലും അമ്മ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? കിട്ടുമെന്ന് പോയതിൽ കാര്യം നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പഠിച്ചോണ്ട് ഇട്ടാണ് നമ്മളെ എല്ലാ കാര്യവും. അതാണ്. അപ്പൊ നമ്മൾ പോകുക, നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്രശ്നമാണ്. ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നമാണ്. അത് പ്രശ്നമല്ല, നമ്മളെ പ്രശ്നമല്ല. അല്ല ഇമ്മാന്റെ മൈക്ക് കഴിച്ച് നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പക്ഷെ അത് വേണ്ട, അത് ഉണ്ടാവൂല. വരും എന്നാ വാതിലടച്ചിറങ്ങി എന്തേലും കീസും ഇത് കൊടുക്ക്, വാതിലടക്ക്, ലൈറ്റ് കെട്ടിക്കളട്ടോ. ടോർച്ച് എന്തെങ്കിലും എടുക്കണം. നമ്മള് വരുമ്പോഴത്തേന് ചിലപ്പോൾ ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലേ പോയില് ചിലപ്പോൾ ഇരുട്ടാവൂലേ, പെട്ടെന്ന് കോരാ. അവിടെ ഏതെങ്കിലും വെള്ളമുണ്ട്. ഞാൻ ഇപ്പോൾ പോയി വന്നപ്പോൾ വെള്ളമുണ്ട്, പക്ഷെ നല്ല തെളിച്ചുണ്ട്. നമുക്ക് ഇന്നാളെ നമ്മൾ ഗൈസ് എന്നും കോരിന മൈക്ക് അത് കോരി വെക്കാം കേട്ടോ. കരി കൂടെ ഇങ്ങനെ കോരി വെക്കാം. കിട്ടണ മീനായി നമുക്ക് ഇന്ന് രാത്രി കൂട്ടാനായി. അത് ഞാൻ പറഞ്ഞത്. ചാഞ്ഞുംപാട വാണാനില്ലേ, ഇതിപ്പോ ഞാനും മീൻപാട കോരേണ്ടി വരും. ഉമ്മാക്കാണെങ്കിൽ കാലിനും വെച്ച നടക്കണ കാര്യം. ഏതായാലും പോയി വെക്കാം. ഉണ്ടിക്ക് ഇറങ്ങണ്ട മതിയല്ല. കരക്ക് കൂടെ ഒക്കെ നോക്കാം. കരക്ക് കൂടെ അല്ല, വെള്ളത്തിൽ കൂടെ തന്നെ. ഇമ്മ വേരി ടൈമില്ല. ഇനിയിപ്പോ അവിടെ ലേറ്റ് പോയി കഴിഞ്ഞാൽ ആകെ ഇരുട്ടാകും. ഓക്കെ, ഞാൻ ടോർച്ച് എടുക്കട്ടെ കേട്ടോ. എന്നാ ടോർച്ച് എടുത്താലേ അമ്മ എടുത്തേക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ പൊയ്ക്ക് പോകുകയാണ്. ഗൈസ് നമുക്ക് ഇനി പോയിന്റ് അവിടെ എത്തിയിട്ട് കാണാം. നമ്മ വേഗം വരി. ആകെ ഒരു വണ്ടി ഉണ്ട്. ഈ ഒരു വണ്ടിമ്മയാണ്, മറ്റേ അനു കൊണ്ടേക്കാണ്. ഈ ഒരു വണ്ടിമാണ് നമുക്ക് പൊയ്ക്ക് പോകാൻ. പിന്നെ ചെറിയ റോഡാണ്. വരി അതൊന്ന് പൂട്ടിയിട്ടുണ്ട്. ആരും കൊണ്ടുപോകാനാ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, വെറുതെ ഒരു പൂട്ട് അല്ല. അപ്പൊ ഈ പെരയും പൂട്ടൊക്കെ ഇപ്പൊ വലിയ ഉറപ്പില്ല. ശരിയാണ്, നമുക്ക് സമാധാനം പെര പൂട്ടിക്കണെന്ന്. റൂട്ടിൽ നിന്ന് കയറിയാൽ മതി. ഇവിടുന്ന് അമ്മമ്മനെയും കൊണ്ട് ഇറങ്ങിക്കൊണ്ട്. എന്നാ ഗായ്സ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മൾ പോയിന്റ് അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ ഏതാ വണ്ടി. ഗായ്സ് നമ്മൾ പോയിന്റ് അവിടെ എത്തി. അമ്മമ്മ നമുക്ക് മീൻ കിട്ടോ ഇല്ലേന്നൊന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുത്താണ്. പോയി നോക്കുക, കിട്ടിയാലേ നമ്മളെ ഭാഗ്യം. ഇറങ്ങി അല്ല അപ്പൊ കിട്ടുമെന്ന് എങ്ങനെ പറയാം. എൻ്റെ ഒരു സ്വപ്നത്തിൽ ഒരു വണ്ടി ഇറങ്ങിയാല് ആ കാണാൻ വണ്ടി കഴിഞ്ഞോ. ഇത് ആരുതാണാവോ? ആരോ വണ്ടിയാലും വണ്ടി ഇറക്കില്ല. ഇങ്ങോട്ട് തരി വണ്ടി ഏതാണോ ഗൈസ്. ഇൻഷാ അല്ലാ ഒരു ദിവസം ഇതേപോലത്തെ ഒരു വണ്ടി നമുക്ക് സെറ്റ് ആവണം. എങ്ങനെ ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് എൻ്റെ മനസ്സിലുണ്ടേനെ. അങ്ങനത്തെ വണ്ടികൾ നമുക്ക് എടുക്കണം. ഗൈസ് കണ്ടോ, അത് പണ്ടത്തെ മോഡലാന്ന് തോന്നുന്നുണ്ട്. എന്നാ വരി ഇരുട്ടാണിന് മുമ്പ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇമ്മമ്മ പറഞ്ഞ നിങ്ങളെല്ലാവരും കേട്ടില്ലേ, നമുക്ക് മീൻ കിട്ടും എന്നൊക്കെയാണ് ഗൈസ് നമ്മളെ പ്രതീക്ഷ. ഇമ്മമ്മ അല്ല ഇവിടെ വെക്കണ്ട കുട്ടി. അങ്ങനെ ഇല്ല, അത് കൂടെ വണ്ടി പോയിക്കോളും. ചാവി ആണെങ്കിൽ എടുക്കാം. ആന്നില്ലേ ടോർച്ച് മടിക്കില്ലെടുക്കണേ. അപ്പൊ ഗായ്സ് നമുക്ക് മീൻ കിട്ടും എന്നൊക്കെയാണ് ഇമ്മാൻ്റെയും ഇമ്മമാൻ്റെയും വർത്താനം കേട്ടിട്ട്. നമുക്കറിയില്ല അല്ലേ. ഓലവിടെ അടിയിൽ കുളിച്ചോട്ടെ, നമുക്ക് ഇവിടുന്ന് ഒരു ഭാഗത്ത് എടുക്കാം. അതും ഇല്ലാത്തതുകൊണ്ട് നല്ല മിസ് ചെയ്യണ്ടല്ലേ. ആരും ഇല്ല, പെരിയിൽ ആരും ഇല്ലാത്ത പോലെ. ഇതാണെങ്കിൽ ഇല്ലേലും ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് ഇങ്ങനെ ചടക്കുന്നുണ്ട് ഗൈസ്. മറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
4 ആൾക്കാർ അങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ ഒരു ചിരിയും കളിയും ഒരു രസയിക്കാറ്. ഇതിപ്പോ ഞാൻ ഒറ്റക്ക് എന്ത് പറയും ചെയ്യില്ല. അപ്പുറത്ത് കൂടെ വയ്യുണ്ട്. അതായത് നമുക്ക് ആ ടാങ്കിന്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് ഏതാ അപ്പുറത്ത് കൂടെ ഈ റോഡിന്റെ അങ്ങോട്ട്. അങ്ങനെയാണ് ഗായ്സ്. അങ്ങനെയാണ് ഇപ്പോ മീൻ കിട്ടിയാ മതിയേനി. ഈ വയ്യന്റെ ഇത് കൂടെ ഇക്കൂടെയും ഞാൻ വിചാരിച്ചത് ഈ വയ്യന്റെ ഇത് കൂടെ അങ്ങോട്ട് വരും ഇത് കൂടെ ഇറങ്ങി നോക്കാം. അങ്ങ് പോയിട്ട് ആ റോഡ് അത് കുഴപ്പമില്ല, നമുക്ക് ആ മൂലക്കൂടെ ഇറങ്ങാം. പോലെ ക്യാമറയിൽ ഉൾപ്പെടുത്താന്നാ പോലെ. അങ്ങോട്ട് വാ. ഞാൻ അതിന് വേണ്ടി അങ്ങോട്ട് വന്നത്. ഇമ്മാന്റെ ബർത്ത്ഡേ ആണ് ഉമ്മ, അറിയോ? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഞങ്ങളെ മുമ്പില് അത് ഞാൻ കണ്ടെ കാര്യം ഞാൻ കണ്ടേ. അത് ഞാൻ ഒന്നുകൂടെ ബാക്കിക്കുന്നത് ചേച്ചി ബാക്കിൽ വരും കരുതിയാണ്. എങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞപ്പോ നിങ്ങൾ ബാക്കിൽ കൂടെ വരും കരുതിയാണ്. എന്താ വരാത്തെന്ന് ഞാൻ കരുതിക്കണേ. നിങ്ങളെ ആ തലക്കെ അറിയോ? ഇന്നലെ ആലോചിച്ചിനോ ഉമ്മാന്റെ ബർത്ത്ഡേ ആണെന്ന്? ഞാൻ കഴിച്ചു ഇന്നലെ രാത്രി ഉമ്മാന്റെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തിട്ടൊന്നും പാടല്ല. ഉമ്മ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഈ സംഭവം അറിയത്തില്ലാച്ചാണ്. എവിടുന്നേലും മുറിച്ച അനു ആണോ? അനു പറഞ്ഞില്ലേ ഹാപ്പി ബർത്ത്ഡേന്ന്? ഞാൻ ആകെ കോളായി കരുതി, അറിയോ? അതാണ് ഞാൻ ഇങ്ങോട്ട് പൊതു പൊട്ടിയപ്പോഴാണ് ഞാൻ കണ്ടത്. വണ്ടി കണ്ടില്ലേ? ഇല്ല, ഇതൊരു പൊട്ടല് വല്ല വണ്ടി വല്ലോ ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്നില്ല ഇതല്ലേ. അപ്പൊ ഇതിലൊന്നും ഇറങ്ങാൻ വേറെ വൈകില്ല എന്നൊക്കെ പറഞ്ഞു പോരുകയാണേ. പെരീന്നാക്കി കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻസ് കിട്ടും. പെരീന്നാക്കി എപ്പോഴും നമ്മൾ പെരീന്നല്ലേ. മീൻ പിടിച്ചാൻ പാലി മുണ്ട് എടുത്തിട്ടില്ല, മുണ്ട് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു പോരുകയാണ് നിങ്ങള്. ഞങ്ങള് മീൻ പിടിച്ചിറങ്ങിയാണേ. അല്ല അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? എന്തേലും പറഞ്ഞ് കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അല്ലാതെ വെറുതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നല്ല വർത്താനം, സുഖസുന്ദരം. അനുല്ലാത്തൊരു പെരിയില്ലെങ്കിൽ ദൂരെ ഇറങ്ങാറാണ്. ഒരു ക്ലൂ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടില്ല. എബലി രണ്ടാളും വണ്ടിയിൽ വരുന്നുണ്ട്. അതാ മുന്നാന്ന് പറഞ്ഞോ അതും അറിയില്ല. ഹോട്ടലിൽ കഴിച്ചു. അമ്മച്ചിന്റെ പേര് എഴുതിക്കട്ടെ ഗൈസ്. അല്ല അത് ഇതാണ് ഞാൻ ഉച്ചക്ക് തൊട്ട് പ്ലാൻ ചെയ്യണത്. ഞാൻ അങ്ങോട്ട് കൊണ്ട് മണ്ടിപ്പായില്ലേ? ചോറ് തിന്നിട്ടില്ലേ? ചോറും തിന്നിട്ടില്ല. ഇതിന്റെ പിന്നാലെ മണ്ടിപ്പാച്ചിലാണ് ഇവന്മാരുണ്ടായോണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് മെനക്കെട്ടീന്. അത് സായലിന് കൊണ്ടേ കൊടുത്തു. അത് ഞാൻ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഇത് കൊണ്ടേ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചാൻ കഴിഞ്ഞോളം അല്ലാതെ ഉമ്മ എങ്ങനെ തരിക? നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചാൻ കഴിഞ്ഞോളം ബിസ്മില്ലാ മുറിച്ച ഒരാളും കൂടി മണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല ഞാൻ എൻ്റെ കത്തണ്ട അനുപടം വാങ്ങി എല്ലാ ബർത്ത്ഡേക്കും കഴിഞ്ഞ ബർത്ത്ഡേക്കും അനുപടം ഉണ്ടായിന്. പക്ഷെ ഇപ്രാവശ്യം ഓനില്ല. ഞാൻ ഓലിക്കേണ്ട കൊടുത്താണ്. ഓക്കെ അവിടെ കുറെ കുട്ടികളുണ്ടായില്ല. അതിനകത്തി കൊടുക്കടാ. ഇത് നമ്മളെ കുഞ്ഞാണിയൊക്കെയാണ്. കുഞ്ഞാണി എന്താ തിന്നൂല. ആ കുട്ടികൾ അങ്ങനെ കൊടുക്കാനില്ലേ? അപ്പൊ എന്റെ അവിടുത്തെ വിളിച്ച കുട്ടികൾ ആ കുട്ടിയെ കൂടി കൊടുക്കാം. അത് കുറച്ച് ഇതൊരിക്കലും കരുതിയില്ല കേട്ടോ.
ഇത് നമ്മളെ നല്ല കുട്ടികൾ കൊടുക്കാം. ഭയങ്കര മിസ്സിങ് വണ്ടി ഞങ്ങളെ അതാ അങ്ങനത്തെ വണ്ടി എടുക്കാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെയാണോ എടുക്കണേ? സാധിച്ചൂലല്ലോ. മൂന്നാളോട് നാലോ നല്ല കേക്ക് മുറിച്ചുമ്പോ ആഹ്ലാദ പ്രകടനം. ഓക്കെ കേട്ടോ ഗൈസ്, നമ്മൾ ചെറുക്കന്മാരെ കൊണ്ട് വരിക കേട്ടോ. അത് ഓനോട് നിന്നോ. കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. ഇത് ഗൈസ്, നമ്മളവിടെ പൊയിൽ കുളിച്ചാൽ വന്ന ചെക്കന്മാരാട്ടോ. പൊയിലേക്ക് മുറിച്ച് കേക്ക് കൊടുക്കുക, കാരണം അത് കുറച്ച് കേക്ക് ഉണ്ട്. മമ്മയുടെ സൈഡായോ? മൈക്ക് വാങ്ങണോ? കൊറേ വർത്താനം പറയുന്നു, പക്ഷെ മൈക്കില്ലേ? കുളി കഴിഞ്ഞാ മൈക്കുണ്ട്, മമ്മയുടെ മൈക്കുണ്ട്. ഇനി കുട്ടികളെ ഇല്ല, ഓലെ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ ഒരു കുട്ടിമാരുണ്ട്, ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പം കുട്ടിയാണ്. അമ്മമാർക്കൊന്നും വേണ്ട. ഓലെ എന്തെങ്കിലും കാട്ടിക്കോളൂ. എടാ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സന്തോഷ നിമിഷത്തില്? ഒന്നുമില്ല, ഒന്നുമില്ലാന്നോ? സന്തോഷം അറിയടാ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഉമ്മാൻ്റെ. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഇമ്മാൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു അല്ലേ? മീനുമ കഴിഞ്ഞു കുടിച്ചാലും പോയില്ലാന്ന് പറഞ്ഞാണ്ട് അവർ പറ്റിച്ചാണ്ട്. പിന്നെ പായി തന്നെ ചോറിനാനൊന്നും ഒഴിവില്ല. പായി തന്നെ പായി ഇതന്നെ പരിപാടി. അതിന് ഞങ്ങളൊക്കെ ഉച്ചക്ക് രാവിലെ തുടങ്ങി സോഡ കുടിച്ചിട്ടാ ചോറ്. ഓക്കെ ടാ, എല്ലാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇല്ലേ ഓനില്ലേ ഓമ്പടെ ഇല്ലേ? അവിടെ ആൾക്കാച്ചാ ഒരുക്കോ കൊടുക്കിട്ടാ. ഗായ്സ്, എന്നാ കേക്ക് മുറിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പെരീക്ക് പോകാൻ നോക്കണല്ലോ അമ്മമ്മ. ആ പോവുക. എന്നാ വരി, ചോറിനിട്ട് പോകാഞ്ഞു. ചോറിനെന്താ ഉള്ളത്? ചോറിന് മുരിങ്ങാതാളിപ്പൊക്കെ എന്തേലൊക്കെ ഉണ്ടാവും. എന്തേലൊക്കെ സമ്മന്തിയിലും കൂടി ചോറുന്നാ. ആ ആ ഇതൊക്കെ ഫുഡ് ചോറ് ഇറങ്ങി 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 എല്ലാവരും ഇറങ്ങി ഫുഡ് തന്ന മന്തി കൊണ്ടിട്ട് നമ്മള് ഇറങ്ങി ഇറങ്ങി ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനി എല്ലാവരും ആ വണ്ടി കയറി, ആ വണ്ടി കയറി. അങ്ങോട്ടല്ലേ ആ വണ്ടി കയറി. മനസ്സിലായിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതാരുടെ കയറും മമ്മ വണ്ടി കേറി കേറി. അതാരുടെ വണ്ടി, ആരെ വണ്ടിയായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാരതാ ഇവിടെ വരി. അല്ല, അത് നമ്മളെ വണ്ടിയാട്ടോ. നമ്മള് വണ്ടി വാങ്ങിയോ എന്റെ കുട്ടി? ഒറ്റക്കല്ലേ നമ്മളെല്ലാരും പാടെ വാങ്ങിയാണ്. മക്കളെ എടാ മുന്നേ എന്ന് വാങ്ങിയാലും നല്ലടാ. സന്തോഷായി. എന്താ പറയും നിൽക്കല്ലോ. അൽഹംദുലില്ല. ഉമ്മ ചോദിച്ചു ഇങ്ങനത്തെ വണ്ടിയാണോ എടുക്കണ ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ വണ്ടി നമുക്ക് എടുക്കാം. ഞാനേ ഒരു വന്നപ്പോ തന്നെ അന്ന് ഇതാക്കി കൊടുത്തു. അതിനെ ഈ പെരീത്തെ കുട്ടീനെ കൊണ്ട് വന്ന ആളാണേ. കൈ സ്റ്റാർട്ട് ആക്കണമെന്നുണ്ട് അതിന്, പക്ഷെ ബാറ്ററി ചാർജ് ആക്കാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അതാരോ വിടുക. എന്നെ മുന്നേക്ക് വിടും. ആ ഇതിന്റെ ബാറ്ററിയാണ് ഞാൻ പെരി കൊണ്ടുവന്നിട്ടീനെ. ആ അവിടെ സാധനം ഇരിക്കുന്നുണ്ടോ? ഇമ്മ കയറിയിരുന്നാണ് ഇമ്മ. അപ്പുറത്ത് കൂടെ എല്ലായിടത്തും കൂടി കയറാം. അല്ല, കയറാം. അതിലൊന്നും വേണ്ട, അതിൽ കൂടെ തന്നെ കയറിക്കളി. അപ്പൊ കയറാൻ വയ്ക്കണില്ലേ? അഞ്ഞിപ്പോ മുണ്ടി വരുമോ? ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ വണ്ടിക്ക്. മമ്മ ഇതതിന് ഒന്നും ആയിട്ടില്ല, നമ്മള് വണ്ടി വാങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് പണിയുണ്ട്, വണ്ടി ഒന്ന് ഓട്ടാനൊക്കെ കുറച്ച് പണിയുണ്ട്. അനുവിനറിയാം, അനുവിനോട് ഞാൻ പറഞ്ഞേക്കണേ. ചോനുപാടെ വാണാൻ ഈ വീഡിയോക്ക് കണ്ണൂര് പോയി വാങ്ങിയതാ. നാനൂടി വന്നിട്ട് നമുക്കിത് ഇറക്കിയ പോരെ. ഇനി ന്യൂ ഇയർ അല്ലേ, നമുക്ക് ഈ പുതുവർഷത്തിൽ ഇത് ഇറക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഓനാണ് ഈ പോയും ചെയ്തു. കൊറേ പണിയുണ്ട്. പഴയ വണ്ടി. അതാണ് പഴയ വണ്ടിയാണ്, കൊറേ വണ്ടി ഉണ്ട്. ആയിക്കോട്ടെ. ഇത് ഉമ്മമാന്റെ
എന്റെ പ്രായം ഉണ്ടാവും നിനക്ക്. ഏയ് ഉമ്മമാന്റെ പ്രായമല്ല, ഒരു 1993 മോഡലാണ്. അല്ല ആരോട് കൊടുന്നാക്കിയത് ഞങ്ങൾ കൊണ്ടുവന്നു. വേറൊരു കോമഡി എന്താ അറിയോ, ഈ കൂട്ടത്തിൽ ഗൈസ് ഞങ്ങൾക്ക് ആർക്കും വണ്ടി ഓട്ടാൻ അറിയില്ല. ഇതില് ലേസം വണ്ടി ഓട്ടണ മുന്നെയാണ്. അതും ഗൈസ് ലേസം എന്ന് പറയാൻ വണ്ടി ഓട്ടാൻ അറിയൊന്നുമില്ല, എന്നാലും എത്തിച്ചു പോകുന്നു. ഇനി ഗൈസ് നമ്മൾ പഠിക്കും, കാരണം സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് അമ്മ. പഠിച്ചോ എടാ, നമുക്ക് ഒരാഴ്ച കുട്ടീനെ കൊടുന്നാ മതി. ഏത് കുട്ടി? നമ്മളെ കുട്ടീനെ. അപ്പൊ വണ്ടി എന്നിട്ട് ഓനറിയാം. ആ വണ്ടി പഠിപ്പിച്ചാലില്ല ഗൈസ്. നമ്മളെ പേരിൽ ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം, അല്ലാതെ നമ്മളെ കൂട്ടുകാരന്മാരുടെ തരത്തിലും വണ്ടി വേണം. ഇത് ആരടുത്തും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചു കഴിഞ്ഞത്. ഇനി ഗൈസ് നമ്മളിത് പഠിച്ചിരിക്കും. അല്ലെ ഉമ്മ കാര്യമായിട്ടോ അതിന്റെ ഉള്ളില്. ഞങ്ങള് കാര്യമായിട്ട് എനിക്ക് ബാറ്ററി പോയി കൊണ്ടുവരുന്നുണ്ട്. അല്ല ഇതിനെങ്ങനെ എങ്ങനെ ഇവിടെ കൊണ്ടു വെച്ചു? അതല്ലേ പറഞ്ഞത് എങ്ങനെയൊക്കെ ഞാന് ചെറിയാപ്പൂ ബനി എല്ലാവർക്കും അറിയാനില്ലേ, കുട്ടികൾക്കൊക്കെ അറിയിക്കാം, നമ്മള് മാത്രം. അതാ ഞാൻ ഇവിടുത്തെ പറഞ്ഞു നിങ്ങളെ പറ്റിച്ചാറായിട്ടുള്ളൂ. ഇതൊക്കെ കീറിക്കുന്നതാ. എല്ലാം മാറ്റണം. വണ്ടി ആദ്യം നല്ല റണ്ണിങ്, വണ്ടി പോണേ നല്ല അടിപൊളിയാക്കണം. ഇത് എവിടെ ഞങ്ങൾ വാങ്ങിയത്? കണ്ണൂരിന്ന്. ഞാന് ബനി അനു ഷഹലൊക്കെ പോയിട്ട് ഇത് എത്ര 3 മാസം മുമ്പ് ഈ പ്ലാൻ ഇട്ടിക്കണേ ഞങ്ങള് വാങ്ങിക്കണേ. പക്ഷെ ഇപ്പോഴാണ് കഴിച്ച് നമ്മളെ പെരിയിലെ സമയത്ത് അപ്പൊ 1-ാം തീയതി അമ്മ. ന്യൂ ഇയർ മാത്രല്ല നിങ്ങൾ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ബർത്ത്ഡേക്ക് ഒരു സസ്പെൻസ് അത് ചോദിക്കാൻ പാടില്ല, അറിയില്ല. ചോദിച്ചു എന്താ വില? ഇതിനെന്താ വിലയാന്നോ? ഒരു 45,000 50,000 അറിയിക്കുള്ളൂ. നമ്മളെ സ്കൂട്ടി ഇല്ലേ അതിന്റെ അത്രക്കില്ല, അത്ര വില ഉള്ളൂ. പക്ഷെ ഇതുമായി പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, അതിലിരട്ടി പണിയെടുക്കണം, കുറച്ച് പണിയെടുക്കണം. എന്നാലും എന്താ നമ്മളെ ആവശ്യങ്ങൾക്ക് നടക്കൂലേ അമ്മ? നിങ്ങൾ 4 ആളും പാടെ ഒരു പോണൊരു വണ്ടിയായില്ലേ? അതിന്റെ നമ്മളെ വണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ വേറെ ആർക്കാ വണ്ടി ഉള്ളത്? ആർക്കില്ലല്ലോ, നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വണ്ടി. ആകണേ ഉള്ളൂ. അത് വണ്ടി ഞങ്ങൾ മൂടിയിടാൻ വിചാരിച്ചാണ്, പക്ഷെ ഉമ്മാക്ക് ഡൗട്ട് അടിച്ചു വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി. ഞങ്ങൾ ഇട്ടീനി ഒക്കെ സെറ്റാക്കിനി മൂടിനി. നല്ല പണി ഇട്ടോ വണ്ടിമേ, നിങ്ങൾ കണ്ടില്ലത്? ദിനങ്ങളെ ഇതിന് മുകളിലൊക്കെ നോക്കി നല്ല പണിയുണ്ട്. ദിനങ്ങളെ എങ്ങനെ ഇങ്ങോട്ട് കൊടുന്ന് പൊന്നാര മക്കളെ. ഓടേ ബാറ്ററി ഇന്ന് ചാർജ് കഴിഞ്ഞാൽ പെരീത്തെ കത്തിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയാല്ലേ ഉമ്മ, വണ്ടി അടിപൊളിയല്ലേ അമ്മമ്മ? വണ്ടി അടിപൊളിയൊക്കെ തന്നെയാണ്, വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. വണ്ടിയൊക്കെ അടിപൊളി തന്നെ, കാണാനൊക്കെ ഇഷ്ടമുണ്ട്. ഇപ്പൊ പറ്റും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ പോകുന്ന കാര്യത്തിനാണ് ഇപ്പൊ കുറെ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കൂലേ. നമുക്കൊരു വണ്ടി വാങ്ങാൻ പറ്റിയെങ്കിൽ പിന്നെ ഇപ്പൊ റെഡിയാക്കാൻ പണി അല്ലേ? ഒരു 4 ചക്ര വണ്ടി ഉമ്മ ഇക്കൊക്കെ നോക്കി ഇറക്കുന്നുണ്ട്. ഇടത് മറ്റീൻ്റെ അത്ര സദ്യയൊന്നും ഉണ്ടാവില്ലേ? ഇല്ല, അത് ഫുൾ ഓപ്പൺ അല്ലേ, അപ്പൊ ഛർദിക്കൂല. എന്നാ കേറിയിരുന്നു നോക്കി ഉമ്മ അമ്മമ്മ, രണ്ടാളും കേറിയിരുന്നു നോക്കി. കേറിയിരിക്കും. ഇതിനൊക്കെയാണ് ബാറ്ററി. ബാറ്ററി ഞാൻ ഇപ്പൊ പോയി നോക്കട്ടെ കഴിച്ച്, ഞാൻ ബാറ്ററി ഒന്ന് പോയിട്ട് കൊണ്ടു നോക്കട്ടെ. അതായത് ഇമ്മാനിയും ഉമ്മമാനിയും അവിടെ എത്തിയിട്ട് പോകും. എന്താ അഭിപ്രായം? നല്ല സുഖ, കാലൊന്ന് പോലെ അടിപൊളി. ഇമ്മയും ഇമ്മയും കഴിച്ച് ബാക്കിലിരിക്കും, ഞാനും അനുവും ഫ്രണ്ടിലിരിക്കും. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ കടക്കുകയാണെങ്കിൽ ചെയ്യാം. മോള് വരെ പലകയാണ് ഇതിന്റെ ഇവിടെ. പണിയുണ്ട്. നമ്മളൊരു നോമ്പോറൊക്കെ സെറ്റപ്പ് ആക്കണം നമുക്ക് ഈ വണ്ടിന്റെ ഉള്ളിൽ അമ്മ. ഇനി ഗൈസ് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കണം അല്ലേ അമ്മ? അടിപൊളി ആക്കണം എന്ന് പറഞ്ഞാൽ പോരാ, ആക്കണം. അമ്മ ഞങ്ങളെല്ലാം പോയിട്ട് ആ ബാറ്ററി ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ അവിടെ? എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് സ്റ്റാർട്ട് ആവണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഒക്കെ അടിച്ചു നോക്കാം. അതിന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. ആയിക്കോട്ടെ, ഞങ്ങൾ വണ്ടി ഇരുന്നോളാം. നമ്മളെ വണ്ടിയാണ്. ആരും ഒന്ന് കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇത് നമ്മളെ വണ്ടി. ഇനി അമ്മ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ യൂട്യൂബ് കൊണ്ട് എന്തുണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാ വണ്ടി ഞങ്ങൾ വണ്ടി അത് മതി കേട്ടോ. ഗൈസ് നമ്മളിവിടെ ബാറ്ററി ഒരു ഉച്ചക്ക് കൊടുത്താണ് കേട്ടോ. ബാറ്ററി അയക്കണമെന്നാണ് പറഞ്ഞത്. ബാറ്ററി ആയില്ലേ? ഇത് കൊണ്ടുപോയിട്ട് ഗൈസ് സ്റ്റാർട്ട് ആവുള്ളതാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്. സ്റ്റാർട്ട് ആയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഗൈസ് ബാറ്ററിയും കൊണ്ട് എത്തി. എങ്ങനെയുണ്ട്? ഇത്ര നേരം ഇരുന്നിട്ട് എന്തെങ്കിലും ഛർദി അങ്ങനെ എന്തെങ്കിലും? ഗൈസ് വണ്ടി എടുത്തപ്പോ തന്നെ അമ്മ പറഞ്ഞ എന്താ അറിയോ, AC ഇല്ലല്ലോ ഭാഗ്യം ഒന്നുമില്ല അമ്മമ്മ. എടാ ആ സീറ്റ് ആദ്യം ഇറക്കി വെക്കും. ഇത് ക്യാമറ പിടിച്ചാ അമ്മമ്മ നിങ്ങൾ രണ്ടാളും ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി.
നീ കുറച്ച് കഴിഞ്ഞ് കയറിയിരിക്കാം കേട്ടോ. ഇതൊന്ന് വെക്കട്ടെ. നീച്ചാനും പറ്റില്ല ഇല്ല. ഒന്ന് പൊന്തിച്ചാണ് ആ സീറ്റ് ചെരുപ്പോ എല്ലാം ഓണടാ. അവിടെ എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പ് ചെരുപ്പൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് കയറിയിരിക്കണ്. ആ ചെരുപ്പ് എന്ത് ഞാൻ ചെരുപ്പ് അവിടെ നോട്ടെ, അത് നമുക്ക് പിന്നെ എടുക്കാം. എന്നാ ചെരുപ്പ് എന്നാ ചെരുപ്പൊക്കെ ഊരിട്ട് ഇതെന്താ അമ്പലോ? അല്ലേ ചെരുപ്പ് ഊരിട്ട് കയറാന് കാല് വെച്ചീനി ഇത് ഇന്റെ വൈക്കമ്മ കയറുമ്പോൾ ചെരുപ്പ് വരും. അല്ലടാ ഇത് ഞാൻ അതുമ്മ കാല് നീട്ടി ഇരിക്കേ എന്നാ ഇത് അങ്ങോട്ട് എടുത്ത മുന്ന ഏനാണിച്ച ഇത് അങ്ങോട്ട് റോഡിക്ക് മാറ്റിച്ചാൽ മതി. ആ കൊണ്ടുപോയി വണ്ടി സ്റ്റാർട്ടാക്കിട്ട് ആദ്യം ബാറ്ററി നമുക്ക് ഇടണം. അല്ല അതൊക്കെ തുരുമ്പാണോ? ഉണ്ട് ഉമ്മ, എത്ര കാലം മുമ്പത്തെ വണ്ടിയാണ്, ഇതൊക്കെ ശരിയാക്കി എടുക്കണേ നമുക്ക്. ഒരു വണ്ടി കിട്ടിയില്ലേ? ഓന്റെ 8 വർഷം മുമ്പാണത്. ഓനക്കായി മുന്നേ ഓന്റെ 8 ഇന്ത്യക്കാളിലും ഒരു 8 വർഷത്തെ പഴക്കമുണ്ട്. കാക്കാന്ന് വെച്ചാണോ അവൻ വണ്ടിനെ വണ്ടി കാക്കാണ് ഒമ്നി കാക്ക. സാധനങ്ങൾ കണ്ടിട്ട് മുന്നേ അനക്കല്ലേ സ്റ്റാർട്ടാക്കി അറിയാം. സ്റ്റാർട്ടാക്കി ഏത് അത് ഉപ്പ് വെക്കരുത്, ഒരു വെക്കരുത് നടക്കണേ. ഷോർട്ടായി പോ, ഒന്നും ആവൂല. ഞാനോ മുന്നേ ഓനൊക്കെ ഇത് വണ്ടി ന്യൂട്രലല്ലേ? മണ്ണിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ന്യൂട്രലല്ലേ ഉണ്ടാ അല്ല ഞങ്ങൾ ഇവിടെ നിന്നാ മതിയോ? ആ അല്ല നിൽക്കിയോ? സ്റ്റാർട്ട് ആകട്ടോ. ഞങ്ങൾ വിട്ട് സ്റ്റാർട്ടായി കയറണേ. സ്റ്റാർട്ട് ആക്കിയോ? മുന്നേക്ക് കയറടാ. അങ്ങനെ മുന്നേ ഒറ്റോട്ടാക്കിയത്. മുന്നേ കയറ് കയറ്. കുറച്ച് ഒരു ഇത്തിരിയാനോ പെട്രോൾ ഒന്ന് മനസ്സിൽ കൊടുക്കേണ്ടിയിരുന്നു. മുന്നേക്ക് കയറടാ. ഇത് കയറ്. അതിന് ഞാൻ ഓട്ടണില്ല, എനിക്ക് ഓട്ടാറിയില്ലല്ലോ. സ്റ്റാർട്ടാക്കാൻ വേണ്ടി മാത്രം കയറിയ സ്റ്റാർട്ടായി. ചിരിച്ചിട്ട് ഉമ്മ കയറുന്നില്ലേ? ആ ഞാൻ കയറുന്നില്ല. അല്ല ഞാനല്ലോ ഓട്ടണം, മുന്നോട്ടിക്കോളാം. കയറാം. കിട്ടുന്നുണ്ട്, ഇജ്ജ് എടുത്തോ. എന്നാ അറച്ചോ, ഒരു മുന്നൊക്കെ കയറിക്കോ. മീൻ കയറി കയറി മുന്നേ വാ. ഞാനല്ല മുന്നോട്ടിക്കോളും. അല്ല ഇതിപ്പോ എങ്ങനെ ആ ഡിക്കി നമ്മ കേറി. നമ്മളെ വണ്ടിയാണ് കഴിച്ച്, നമുക്ക് എന്തും കാട്ടാം. കാട്ട അതന്നെ കാട്ടിലൊക്കെ കാട്ട നടക്കണ്ട. വാതിലൊന്നും നടക്കണ്ടെന്ന് കഴിച്ച് ഫോണോക്ക് ചാടി ഇറങ്ങിയാലോ? എനിക്ക് ഇറങ്ങണമെങ്കിൽ ചാടണ്ടേ? ഫോൺ സൈലന്റ് ആക്കുമ്പോ വരാണ്. പേടിയുണ്ടമ്മ? പേടി ഉണ്ടോന്ന് ചോദിച്ചാ എന്താ പറയാ? പതുക്കനെ പോവുള്ളൂ. പിന്നെ ഒറ്റക്കല്ലല്ലോ, എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ, പോവാണെങ്കിൽ ഓട്ടെ പിന്നെ പോവാ. ആ പോക. താഴത്ത് പോയേട്ടോ. ഞങ്ങളെ വണ്ടിയിൽ പോവുകയാണ്. അനുമാണ് കാണാനായിട്ട് നമ്മളെ വണ്ടി ആ കേട്ടൻ കയറൂടാ. പിന്നെ പത്ത വിടിട്ടാ. ആ എന്നാ തിരിച്ചാ നമുക്ക്. അപ്പൊ ഇവിടെ എത്തിയാൻ പോയില്ലേ? ഇവിടെ നമുക്ക് എടാ വണ്ടി നമുക്ക് ഉന്തിയിട്ട് തിരിച്ചാണോ? പേടിപ്പിച്ചാലോ നമ്മളെങ്ങനെയൊക്കെ പോവും. പോയിക്കൊണ്ടല്ലോ. പിന്നെ പോയിക്കൊണ്ടല്ലേ അപ്പുറത്തെ പോയേണ്. ചാനും പടം കാണാനി നല്ല മിസ്സായി പോയിട്ടോ. പേടിച്ചല്ലേടാ. ആ ബ്രേക്ക് രണ്ടോട്ടൊക്കെ വെക്കേണ്ടി വരും. ഫുള്ള് പിന്നെ ടയർ വളഞ്ഞു നോക്ക്, ടയർ വളഞ്ഞു നോക്ക്. ഇല്ല കേട്ടോ, ഇല്ലട്ടോ, ടയറായിട്ടേ അല്ല, ടയർ നേരെയാണ്. മുന്നേ ഫുള്ളായിട്ട് ഇട്ടില്ല കേട്ടോ.
ഓടിക്കാൻ കഴിയില്ല. ഞാൻ പറയുമ്പോ നമുക്ക് ഉന്തിട്ടാക്കണോ? നമുക്ക് ധൈര്യത്തിൽ പോവാ. ഞങ്ങള് ഇറങ്ങിയിട്ട് തിരിച്ചാ ഒട്ടുമില്ല ബ്രേക്ക്. ഞാൻ ഇറങ്ങിക്കോണ്ട് നിങ്ങൾ ആരും ഇറങ്ങാൻ നിൽക്കണ്ട. ബ്രേക്ക് കുറച്ചുണ്ട്. ഈ ഗ്ലാസ് ഒന്ന് കഴിക്കുമ്പോ ഈ ഗ്ലാസ് ഒന്ന് താക്ക്. ഇതാ ഇവിടെ വെക്ക്, ഇവിടെ നിൽക്ക്. എന്നിട്ട് വെച്ചിട്ട് വലിച്ച് ഇവിടെ ടയറ് കറക്കിക്ക. നല്ലോണം കറക്കി. നീ കറക്കി ഇല്ലേ? അല്ല എടാ പോയിട്ട് ഇത് തുറന്നാടി, തുറന്ന മുന്നിക്ക് പോകും വണ്ടിട്ടോ. എടാ വണ്ടി മുന്നിക്ക്. ഗൈസ് കുറച്ച് പണിയുണ്ട്, ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഓർക്ക് അത്യാവശ്യം ഓട്ടാൻ അറിയാം, അല്ലാതെ വെറുതെ അല്ലല്ലോ. അതിന് നിങ്ങൾ പേടിച്ചിരിക്കല്ലേ? നമ്മളെ വണ്ടിയാണ്. എന്ത് പഠിച്ചോനെ ഞാൻ പറയുമ്പോ മുന്നേ ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാ, അല്ലെങ്കിൽ ബാറ്ററി വെറുതെ ഡൗൺ ആവും. ബാക്കിക്ക് തള്ളു കുറച്ച് ഇറങ്ങി തള്ളു. ഇനി വണ്ടി പോയിന്നാണ് കഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഇവിടെ തുറക്കാൻ പറ്റുമല്ലോ? മുന്നിൽ പോവില്ല. തുറക്കാൻ പറ്റുന്നില്ലേ? നോക്കി ഇവിടെ ഇവിടെ ഉണ്ടാവും. തുറക്കാനും പറ്റില്ലേ? ഇറങ്ങിയല്ലേ? ഞങ്ങൾ ഇറങ്ങാണ്. ഇറങ്ങിക്കോ. ഇത് ഇങ്ങോട്ടേ ഇത് അങ്ങോട്ടാണ് കയറുന്നത്. പോയാണേ. ഇത് ബാക്കിക്കാണ്. പറഞ്ഞിട്ട് കാര്യല്ല ഞങ്ങള്. തള്ളിക്കോ. അയ്യോ അതൊക്കെ പൊളിഞ്ഞോ. ശരിയാക്കണം. അവിടെ അടുത്ത അതിന് ബ്രേക്ക് ഇല്ലാത്തോണ്ട് എനിക്കൊരു വിശ്വാസമല്ല. ഇത് ന്യൂട്രിക്കാക്ക്. എന്നിട്ട് ഞങ്ങൾ ബാക്ക് കുന്താ. ന്യൂട്രലാണ്. നമ്മ കയ്യെടുത്തണി. ഇതേ നന്നാക്കിയിട്ട് ഒന്നാ മതി ഇനി മക്കളെ. പൊന്തിക്കാൻ പറ്റിയേ ന്യൂട്രിക്കാക്ക് മുന്നേ. ന്യൂട്രലല്ല. ഓക്കെ ഇതെന്താ പോവാത്തെ? ആ ഓക്കെ ഓക്കെ. ഇനി ഫുള്ളായിട്ട് ഓടിക്ക്. ഫുള്ളായിട്ട് ഓടിക്ക്. ഫുള്ള് ഇത് വണ്ടി ഇതില്ല. ഉന്ത് ഫുള്ളടിക്ക്. എന്തൊരു ടൈറ്റാണ് ഈ സാധനം. ഓക്കെ അല്ലേ? ഇല്ല ഇത് അങ്ങാടി കൂടെ പോകാനാ? അങ്ങാടി കൂടെ നമ്മളിപ്പോ വന്നോടത്തേക്ക് പോണ്ടേ? അതിന് നമുക്ക് ഇങ്ങോട്ടല്ലേ വേണ്ടിയത്? നമ്മളെ വണ്ടി അവിടെ അല്ലേ? കേറി എന്നിട്ട് അവിടെ തന്നെ നിർത്താനോ? ആ നാളെ രാവിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. അടച്ചോ, കയറിക്കോ. ആള് കയറട്ടെ വണ്ടി. വർക്ക്ഷോപ്പിലേക്ക് കയറിക്കോ. കേറി 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 കേറി. പോയി നോക്കട്ടെ. മുന്നേ തിരിച്ച് ഡോറടക്കണില്ല. ഏയ് നേരെ വിട്ടോ. കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, ഒക്കെ ശരിയാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് തന്നെ നമുക്ക് ഇറക്കാം. നല്ലൊരു വണ്ടി വാങ്ങിയാ പോരേനോ? എങ്ങനെ ഇങ്ങനെ പറ്റിച്ചെന്നുണ്ടേനോ? കായ് ഉണ്ടാവുമ്പോ നല്ലൊരു വണ്ടി വാങ്ങിയാ പോരേനോ? കായ് ഉണ്ടായിട്ട് നമ്മൾ എല്ലാ ആഗ്രഹവും സാധിച്ചോണമെന്നില്ല ഗൈസ്. അതിന് എത്രയാണ് പണി? എന്തോ വണ്ടി വാങ്ങിട്ട് പോകാൻ എത്ര കാലം കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ ബ്രേക്കില്ല, ബാറ്ററി ഇല്ല. ഇതിങ്ങനെ നന്നാക്കിയിരിക്കണേ. ആ നന്നാക്കി എടുത്തിട്ട് അപ്പൊ പൈസ എത്രയാണ് പൈസ ആണോ? ഒരു ഗൈസ് ഒരു 10-30,000 പണിയും പറയുന്നുണ്ട്. ഇതാ ഇവിടെ നമ്മൾ നേരത്തെ നിർത്തി കൊടുത്ത് അല്ലെങ്കിൽ നേരെ വിട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒന്നും പാടല്ലേ പറ്റുള്ളൂ. നാളെ വണ്ടി വർക്ക്ഷോപ്പിലിട്ട് കൊണ്ടുപോയി കൊടുക്കുവേ. ആയിക്കോട്ടെ മക്കളെ. ബ്രേക്ക് ഉണ്ട് നല്ലോന്നും ഇല്ലാന്നുള്ളൂ. മുന്നേ അങ്ങാടി കൂടെ കൊണ്ടുപോകാ. അങ്ങാടി കൂടെ കൊണ്ടുപോയാൽ രസാവൂടാ അല്ലേ? പക്ഷേ എങ്കിൽ റോഡ് കൂടെ നമ്മളെ ബൈക്ക് അവിടെ നിർത്തിക്കണേ. ഇതാ പോട്. വല്ലാത്ത ആൾക്കാര്. മുന്നേ സൂപ്പർമാൻ സൂപ്പർമാൻ സൂപ്പർമാനാണുള്ളത്. ഇതൊരു കൊള്ളക്കാര വണ്ടിയാണ്. ആദ്യം പോയിട്ട് വണ്ടി പഠിക്കണം. എനിക്ക് ഈ വണ്ടി നന്നാക്കി ഇറങ്ങുമ്പോഴത്തേന് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വണ്ടി ഒന്ന് പഠിക്കണം. അങ്ങോട്ട് പോവഞ്ഞി എടുത്ത് കുടിക്കണം. മുന്നേ തിരിച്ചടാ. എന്താണ് ഉമ്മ? ഇത് വണ്ടിയല്ലേ? ഇവന് ഒന്നാമത് പേടിച്ചിതാക്കണേ. വേറെ ഒരു വണ്ടിയൊന്നും ഓർക്ക് മാറി കൊടുക്കണം. നോക്കിയിട്ട് മുന്നാ അതാ ഡോറ് താ പോണ്. പോയിക്കോട്ടെ.
എങ്ങനെ ആ. ഒന്നും ഇല്ല ഇതില്. ഇതിങ്ങനെ പോകട്ടെ ബ്രേക്ക് ഒട്ടുമില്ല. Zero ആണ്. ഉം. പിന്നെ ആ അവിടെ നിർത്തി കൊണ്ടുപോയിട്ടേ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് നേരെ പെരീക്ക് പോവാ ഇന്ന് വണ്ടി അവിടെ നോട്ടെ അത് ഞങ്ങൾ കൊണ്ടുപോയിക്കോണ്ടേ നിങ്ങളെ ഫാമിലി ആയിട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് ഇവര് ഇങ്ങനെ ഓവർ പേടിപ്പിച്ചാണ് അതാണ് ഈ പേടിക്കണത് ഞങ്ങളിപ്പോ നല്ല നേരക്കല്ലേ മുന്നേ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്കൊരു പേടിയില്ല അനിയല്ലോ മീൻ കടന്ന് ഇങ്ങനെ പേടിച്ചാണ് ഇമ്മമ്മ പേടിച്ചല്ലേ ക്ലച്ച് മേടി പോണ ബ്രേക്ക് ഇല്ലല്ലോ. ഈ ആഴ്ച നമുക്ക് അവിടെ പോയിട്ട് നേരെ നിർത്തില്ല അവിടെ തന്നെ നിർത്തിയോ? ആ അവിടെ തന്നെ നിർത്തില്ല നാളെ രാവിലെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാമല്ലോ ഇരുത്ത നോക്കുക വണ്ടി ഓടിക്കാൻ അടിപൊളിയാ. അങ്ങനെ നമ്മളെ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സൈഡിക്കാക്കിയാൽ വണ്ടികൾ പലതും പോണ്ടിയതാണ് ആ നമ്മള് നേരത്തെ നിർത്തിയിട്ട് പോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ എത്തിക്കണം കളി എന്നോട്ടെ നമുക്ക് പിന്നെ ഇമ്മ ഇത് അങ്ങനെയൊന്നും പറ്റൂല നമ്മൾ ഉദ്ദേശിച്ചാൽ നിർത്താൻ പറ്റൂല ഇറങ്ങി 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 അർച്ചു പിടിച്ച ഇറങ്ങി അടുത്ത് പറ്റേ ഉമ്മ പറ്റേ ഇറങ്ങി എങ്ങനെയുണ്ട് നമ്മളെ യാത്രയെ പറ്റി എന്താ പറയാനുള്ളത് യാത്രയൊക്കെ അടിപൊളിയാണ് സാറായില്ലേ വണ്ടി അടിപൊളിയാകട്ടെ വണ്ടി ഇല്ലേ ആ സാധനങ്ങളൊക്കെ കേട്ടാണ് അടിപൊളി പറയാൻ നന്നാക്കിയാലും അടിപൊളി തന്നെയാണ് വണ്ടിക്ക് എങ്ങനെയുണ്ട് നമ്മൾ പോയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പോയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്നാലും മതിയല്ലോ അല്ലേ അല്ലേ ഒന്നുകൂടി നിന്നോട്ടെ എന്താ അറിയോ വല്ല വണ്ടി ലോറി എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇമ്മ എന്താ പറയാനുള്ളത് നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തിക്കാണ് വണ്ടി എടുത്ത വണ്ടിയൊക്കെ സന്തോഷമായി തൃപ്തിയൊക്കെ ആയി പറ്റൊക്കെ ചെയ്തു ഒരു കുഴപ്പമില്ല കുറച്ചുകൂടി കായൂണി മുടക്കി നന്നാക്കിയ നല്ല വണ്ടി ആ അതന്നെയല്ലേ പറഞ്ഞത് അതാണ് പ്രശ്നം വെല്ലോ അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നാ ഉമ്മ എന്താണ് നമുക്ക് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയിൽ വാങ്ങാൻ പറ്റിയല്ലേ. അല്ല എന്താണ് ന്യൂ ഇയറിനെ പറ്റി എന്താ അല്ല ന്യൂ ഇയർ ഒന്നും ഉമ്മമാക്ക് എന്താണെന്ന് അറിയില്ല ഹാപ്പി ബർത്ത്ഡേ. ഉമ്മ പുതിയ വർഷം ഇന്ന് തുടങ്ങിക്കാണ് 2026 2026 ഒന്നാം തീയതി നമ്മൾ ഈ വണ്ടി ഇറക്കിക്കണേ എന്താണ് ആൾക്കാരോട് പറയാനുള്ളത് അതാണ് ആൾക്കാർ സന്തോഷമുണ്ട് വണ്ടീൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്നില്ല വണ്ടിയൊന്നും കിട്ടിയാൽ എവിടേക്കെങ്കിലും പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് വൈക്കുമ്പോൾ രണ്ട് വൈക്കുമ്പോൾ പോകണം കുറേ ദൂരത്തേക്കൊക്കെ എങ്ങനെ വൈക്കുമ്പോഴൊക്കെ പോവുക അപ്പോൾ ഒരു വണ്ടി എപ്പോഴും ഞങ്ങൾക്ക് ആഗ്രഹമാണ് വണ്ടി വാങ്ങണം അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളോട് പറയാതെ കുട്ടികൾ വാങ്ങി കുറച്ചൊക്കെ പയ്യതാണ് എന്നാലും കുറച്ച് പൈസയൊക്കെ മുടക്കി നന്നാക്കി എടുക്കാന്ന് പോലും പറയുന്നത് അപ്പോൾ സന്തോഷമായി എൻ്റെ ഉമ്മാക്ക് എന്താ പറയാനുള്ളത് അതന്നെ എല്ലാവരും ഇന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാരോടും നന്ദി ഒരുപാട് നന്ദി സ്നേഹം വിചാരിച്ചിനോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്നു ഇല്ല മക്കളെ ഇല്ല ഓർക്കത്തിൽ കൂടി എടുക്കണമെന്ന് മനസ്സിൽ നിങ്ങൾ പറയലുണ്ട് എടുക്കണം നമുക്കൊരു വണ്ടി എടുക്കണം എന്ന് പറയുന്നത് കേട്ടിരിക്കണം ഞങ്ങൾക്കും പൂതിയുണ്ട് വണ്ടി ഉണ്ടെങ്കിൽ നന്നായി എന്നൊക്കെ തുറന്നിട്ടാ ഇതോ നിർത്തിയിടാനാണ് കഴിച്ച് നമുക്ക് സ്ഥലമില്ല അല്ലേ അടച്ചിട്ടോ അവിടെ കുട്ടികൾ ഒക്കെ അതല്ലേ ഞങ്ങൾ കാട്ടാണ്ടേ ഇനി പരിപാടി ഉണ്ടോ എനിക്ക് പരിപാടി ഉണ്ട് അതായത് നമ്മളെവിടെ നിർത്തിയിടുന്ന ഞാൻ കഴിച്ചാൽ നമുക്കറിയില്ല കാരണം നമുക്ക് പുതിയ പെരണ്ടടിയും പറ്റൂല പിന്നെ ഉള്ളത് നമുക്ക് റോഡ് സൈഡാണ് നമുക്ക് റോഡിൽ നിർത്തേണ്ടി വരും എന്തായാലും ഇപ്പൊ പറ്റൂലേ പുതിയ പെരണ്ടിട്ട് അവിടെ ഉള്ള മൈയും ഇതൊക്കെ കൊള്ളു ഇനിയിപ്പോ ഞാൻ പറയുന്നത് എന്താ അറിയോ നാളെ രാവിലെ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഇടും അവിടെ ഏകദേശം ഒരു മാസത്തോളം പണി ഉണ്ടാവും ആ പണി കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കുമ്പോഴാണ് പൊത്തില്ലെന്ന് പിന്നെ അവിടെ നോട്ടെ അവിടെ നന്നാക്കുവോ ആ അല്ലേ പിന്നെ വണ്ടി എല്ലായിടത്തും നന്നാക്കൂലേ പിന്നെ അവിടെ കടന്നോട്ടെ നന്നാക്കിയിട്ട് കൊടുത്താൽ ആ എന്നെ നന്നാക്കിയിട്ട് കൊണ്ടുവരാം എന്നിട്ട് റോട്ടിലോ ഇടയിലൊക്കെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഷെഡിൽ നിർത്താലോ ആ എവിടെയെങ്കിലൊക്കെ നിർത്താം ഉമ്മ ഗൈസ് അനുല്ല അതാണ് ഇപ്പോ അല്ലേ അനുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു അനുപടവാണ് വണ്ടി ഓട്ടാൻ അറിയില്ല എനിക്കും വണ്ടിയൊക്കെ നല്ല വലിപ്പുണ്ട് അല്ലേ ആ അതാണേ ഞാൻ വണ്ടിയല്ല നമുക്ക് ഒതുങ്ങിയിരിക്കാം നമ്മള് മറ്റേ ചെറിയ വണ്ടി ആയില്ലല്ലോ ഒതുങ്ങിയിരിക്കാം എല്ലാവർക്കും പീപ്പിൾസുകാർക്കും ഞമ്മക്കും എല്ലാവർക്കും ഒപ്പം ഒന്നിച്ചും പോകാം എന്നെ ഗൈസ് അപ്പോൾ ഗൈസ് എന്താ പറയാനുള്ളത് എല്ലാവർക്കും ഗൈസ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ വണ്ടിയെങ്കിലും ഇവിടെ എടുത്തതില്ലേ അമ്മ 100 വട്ടം എന്നാ എല്ലാവർക്കും അസ്സലാമലൈക്കും അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ ഇനിയിപ്പോൾ അനുവൊക്കെ വന്നിട്ടില്ലേ അനു വന്നിട്ട് നമ്മൾ ഈ വണ്ടി ഒന്നും ഇവിടെ പോയിട്ട് സെറ്റ് ആക്കണം അത് അവിടുന്ന് നമുക്ക് നന്നാക്കാൻ കൊടുക്കല്ലേ നാളെ ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഹാപ്പി ആയില്ലേ രണ്ടാളും ഹാപ്പി ആയോന്നോ ഒരിക്കൽ പറഞ്ഞാൽ മതിയോ
ഹാപ്പി ആയി അപ്പൊ guys, വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി അല്ലേ ഓലെ ചോറൊന്നും തിന്നാ ഒഴിവില്ല നേരം മുഴുക്കോട്ട് പായല്ലേ ഇതല്ലേ പണി കേക്ക് മാത്രമാണ് ഈ പണിയില്ലല്ലോ ഇതെങ്ങനെയും ഒന്ന് സെറ്റ് ആക്കണല്ലോ ഇന്നലെ രാത്രി കോഴിക്കോട് ബാറ്ററി ഫസ്റ്റ് കൊടുത്ത് ഞങ്ങളെ ഇന്നലെ രാത്രിയാണ് നിങ്ങൾക്ക് ഇത് തരണമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് വണ്ടി എത്തിയപ്പോൾ 2 മണിയായി അപ്പൊ ഇങ്ങോട്ട് രാവിലെ ആക്കി ഇന്നലെ പോയതിന്റെ അടുത്ത് ആ ന്യൂ ഇയറിനെ അവിടുന്ന് ഒരു ടീം കൊണ്ടു ഇതിന്റെ ഓണർ കൊണ്ടു അങ്ങനെയാണ് ഗൈസ് അല്ല ചക്കരത്തിന് വലിയ കുഴപ്പമുണ്ടോ ചക്കരത്തിനൊരു അല്ല ചക്രവല് മാറ്റിക്കണേ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ആദ്യം ആകെയുള്ളത് വണ്ടിക്ക് കുറച്ച് മിസ്സിങ് ഉണ്ട് പിന്നെ ബ്രേക്ക് ഇത് അതൊക്കെ ഗൈസ് നാളെ നമുക്ക് കൊണ്ട് ഇതാക്കണം ഈ പെയിന്റ് ഒക്കെ അടിച്ചാണ് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഈ പെയിന്റ് ബോഡി ഒന്നും നമ്മളിപ്പോ നോക്കണ്ടേ നമുക്കിപ്പോ വണ്ടി നല്ല രീതിക്ക് ഓടുന്ന സാധനം ആക്കിയിട്ട് പിന്നെ പെയിന്റിന് കൊടുക്കാം അതൊന്നല്ല അത് നന്നാക്കി പെയിന്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കിട്ട് അത് ആക്കണം ടൈം ഉണ്ടല്ലോ നമ്മളെല്ലാ ഒക്കെ പാടെ ഒന്ന് ഒറ്റയടിക്ക് നടക്കൂലല്ലോ ഇതുണ്ടോ? ഇതൊക്കെ ആക്കും പോലെ നമുക്കെല്ലാം സെറ്റാക്കി എടുക്കണം അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.